ഹായ് ഡിയേഴ്സ്, വോയേജ് ലക്ഷദ്വീപ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പഴയ കാലത്ത് ലക്ഷദ്വീപിൽ യന്ത്രവൽകൃത ബോട്ടും കപ്പലൊക്കെ വരുന്നതിന് മുമ്പ് ഓടി വരുന്നതാണ് ഓടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓടത്തിലെ കള്ളിയിലേക്ക്, അതിൻ്റെ അകത്തേക്ക് താഴെ വിടാൻ വേണ്ടി ഓല കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക സാധനമുണ്ട്. അപ്പോൾ ഓടത്തിൻ്റെ താഴെയുള്ള ഓടം കെട്ടിയ കയറിന് കേട് വരാണ്ടിരിക്കാനും, പിന്നെ അതുപോലെ മീനുകൾക്ക് വെയിൽ കൊള്ളാതെ സൂക്ഷിക്കാൻ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒരു സാധനം ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുഞ്ഞിവാനെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിവാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് കുഞ്ഞിവാനോടൊന്ന് ചോദിച്ചറിയാം. കുഞ്ഞിവാ, അപ്പോൾ സംഭവം എന്താണത്? ഒച്ചത്തിൽ പറഞ്ഞു. ഓടിൻ്റെ പണി കയറ് കൊണ്ടുണ്ടാക്കുന്നതാണ്. ഓടത്തിൻ്റെ പണി കയറുകൊണ്ടുണ്ടാക്കണം. അപ്പോൾ ആ കയറ്റിന് വീലെത്താതെ സൂക്ഷിക്കാൻ വേണ്ടി ഉള്ള ഉപകരണം കൂടിയുമാണിത്. അല്ലാതെ നമ്മൾ വിളക്കെണ്ണ കൊടുക്കുന്നതാണ് ഓടത്തിൽ വിളക്കെണ്ണ കൊടുത്താൽ അത് നമ്മളെ ഉച്ചയ്ക്ക് എത്താതിരിക്കാണ് അതിൻ്റെ മേൽ ഇടേണ്ടതാണ്. ഇത് ഇവിടുന്നാണല്ലേ? ഇതിൻ്റെ പേരാണ് പടുക്ക എന്ന് പറയുന്നത്. പടുക്ക എന്നാണ് അപ്പോൾ ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പടുക്കയാണ്. എനിക്ക് തോന്നുന്നു ആന്ധ്രത്തിലും പടുക്ക എന്ന് തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ച് അത്ര അറിവ് കുറവാണ് എനിക്കൊക്കെ. ഇത് സാധാരണ നമ്മൾ കിടുമുടയണ പോലെയാണോ? വ്യത്യാസമുണ്ടോ? ഇതിപ്പോൾ രണ്ട് ഇതും ഒന്നിച്ചിങ്ങനെ വെക്കുന്നതാ? ആ രണ്ട് ജോഡി ഒന്നിച്ച് തന്നെ വെച്ചാണല്ലേ? ഇതെങ്ങനെ സംഭവം എടുത്തില്ലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാവോ? താഴത്തെ ഓരോന്ന് നോക്കിയിട്ട് മേളിലെ ഓരോന്ന് എടുത്ത് വെക്കുന്ന നമ്മൾ അതുപോലെ തന്നെ മടക്കിയിട്ടാണ് വയ്ക്കുന്നത്. അത് മലർത്തി വയ്ക്കുന്നത്. ആദ്യത്തേത് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തേത് ഇപ്പോൾ കാണാൻ ഈ ഭാഗത്തുനിന്ന് ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് തുടങ്ങില്ല. അത് ശരി. ഓല വീതിയാക്കാതെ മടക്കി തന്നെ വയ്ക്കില്ല. മറ്റേ സാധാ കിടുകൂടെ എന്നത് ഓല വീതിയാക്കിയല്ലേ? ഇതിങ്ങനെ മടക്കി തന്നെ. അത് ശരി. സ്ട്രോങ് കിട്ടുവാൻ വേണ്ടി. വിൽക്കൊണ്ടത് കൊണ്ട് പിന്നെ നേടുന്നില്ല. അശേഖുണ്ടായിട്ട് കൊച്ചുകൂട്ടുണ്ടെങ്കിൽ അത്ത വാട്ടി കൊണ്ട് ഓലെ തീയും വെച്ച് തീക്കൊത്തി തീയും വെച്ച് ഓലെ മറ്റേ നക്കൂലം കിട്ടും. സാധാരണ ബാറ്റുണ്ട് ആൾ ഇടുക മുന്നേ. ഇങ്ങനെ എല്ലാ ഓല ഒന്നിച്ച് ഓരോന്നോരോന്ന് കിട്ടും വേണ്ട. ഇങ്ങോട്ടാണ് ഏറ്റവും എടുക്കും. ഇതിനൊക്കെ ഈ വേറൊരു ഓല സെപ്പറേറ്റ് പോയാണെന്നുണ്ടെങ്കിൽ തുസാനം പൈപ്പല്ലേ അത് വെച്ചാലും പോവില്ലേ? ഒരു കിടുമുടനെ കൊന്നു ആവശ്യമില്ല. അടുത്ത് വരും മാത്രം വയ്ക്കില്ല. ഇങ്ങനെ കണ്ണുണ്ടാകാം. അത് ശരി.
ഈ നമ്മളിപ്പോൾ രൂപമായിട്ട് വിടാൻ തരിക. എനിക്ക് ബൈക്കിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടി കേട്ട്. ബൈക്കിലാണ് അത് മറ്റേ ബൈക്കിലായി പണിച്ചോടും പറ്റില്ല. അനാൾക്ക് ഇപ്പോൾ പോകാതെ ആകെയുള്ള ബൈക്ക് ലാസ്റ്റ് പിന്നെ കൊല്ലവും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഇല്ലയാണ് കൊല്ലവും കൂടെ ഉണ്ട്. കൊല്ലവും കൂടെ ഉണ്ട് ഓരോ തളയ്ക്ക് വേഗം മടക്കാൻ അങ്ങനെ ഓലയിട്ട് മണ്ണം പോരായിപ്പോയി. വീതി ശാല കിട്ടാം. ഇപ്പോൾ ഉദാഹരണത്തിന് മട്ടൻ കിട്ടിയാൽ മതി. അതൊന്ന് നോക്കിക്കുന്ന മതി. ഇത് മറ്റേ ഇതുപോലെ കെട്ടലില്ലേ? കെട്ടിൻ്റെ ഫലമാണ് ഇത്. പറ്റിയാൽ നമ്മൾ തങ്കി സ്വരത്തിനും ചിലപ്പോൾ മടക്കും.
ഇതാണ് പടക്കുന്ന സാധനം. അപ്പോൾ ഇതാണ് പടുക്ക. ഇതാണ് പടക്കുന്ന സാധനം. ഓരത്തെ കടിക്ക് ഇങ്ങനെ തൂക്കി വിടും. ക്യാബുണ്ട്. എങ്ങനെ ഇത് അതിൻ്റെ നിലത്തേക്ക് താഴെ വിട്ടുകൊണ്ട ഇങ്ങനെ തൂക്കി വിടുന്നുണ്ട്. അത് ശരി. എന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തൂക്കി നടുവത്തേക്ക് വേറെ ഒന്ന് വിടും. ഇത് രണ്ട് സൈഡൊക്കെ തൂക്കുന്നതാണ്. സൈഡ് പടക്കാന്ന് പറയും. അത് മറ്റേ അടിപ്പടക്കാന്ന് പറയും. അത് ഇതേപോലെ തന്നെയാ? ഇല്ല, അത് ഇപ്പുറം കൂടിയുള്ള രണ്ട് സൈഡ് ഇതുപോലെ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നു. പൊളക്കാതെ രണ്ട് സൈഡിലുള്ള നടുവിൽ അത് ശരി. അങ്ങനെ അതുപോലെ എന്നിട്ട് ഇങ്ങനെ പിന്നെ അപ്പോൾ ഇത് സൈഡിലേക്കും കൊടുക്കും. അങ്ങനെ ഇത് രണ്ട് സൈഡിലും ഇപ്പോൾ വീതി ഇപ്പോൾ വലിയ പോലെ ഇത്ര രീതി വരെ മുടങ്ങില്ല. അപ്പം പിന്നെ കളഞ്ഞായിട്ട് ഇപ്പോൾ മറ്റേ അയ്യറിലെ മനസ്സിന് ഇവിടേക്ക് നടുവത്തേക്ക് മറ്റേ അത് വിടും. നടുവ് രണ്ടുപേരെ വന്ന് വിടാണ്ട്. അത് ശരി. അടിപ്പടക്കാന്ന് പറയും. ഇങ്ങനെ സൈഡ് പടുക്കാന്ന് പറയും. ഇതിപ്പോൾ സൈഡ് പടുക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. സൈഡ് പടുക്ക. അത് ശരി. അപ്പോൾ അടിപ്പടുക്ക ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഇപ്പുറം കൂടി ഇതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് സാധനം. ഇനിയുള്ള തലമുറക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ കിട്ടൂല എവിടെയും. ഇപ്പോൾ കുഞ്ഞുവ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു നല്ല മനസ്സോടെ ബാക്കിയുള്ളവർക്കും കിട്ടട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നല്ല മനസ്സിൽ കാണിച്ചു തരുന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇനിയുള്ള തലമുറക്ക് ഈ ഒരു സംഭവം ഈ കാണാനേ സാധ്യതയില്ല. ഇപ്പോൾ ഉണ്ടാക്കി ഇതാക്കി തന്നുകൊണ്ട് അത് കുഞ്ഞുവാൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച് ഉണ്ടാക്കി തന്നുകൊണ്ട് ഒരു തലമുറക്ക് ചിലപ്പോൾ ഇനി കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ പണ്ടിങ്ങനെ ആരോ പറഞ്ഞ് കേട്ടതല്ലാതെ ഇങ്ങനെ ഒരു സംഭവം എന്താണെന്നുള്ളതിനെ സംഭവം ആർക്കും ഇല്ല. ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ നിന്ന്. ഇങ്ങനെ ആർക്കും ചിലപ്പോൾ കാണാനേ സാധ്യത കുറവാണ്. അപ്പോൾ ഇതാണ് പടുക്ക. സംഭവം നല്ല ഭംഗിയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സംഭവം. എൻ്റെ സൈഡൊക്കെ തന്നെ നല്ല ഫിനിഷിംഗ് ആണ്. ആ സംഭവം ഷീറ്റ് പോലെ നമുക്ക് ഇത് വിട്ട് വിരിച്ച് കിടക്കാനൊക്കെ പറ്റിയ പോലുള്ള ഒരു സാധനം അല്ലേ? നല്ല അടിപൊളി സാധനമാണ്. എന്തായാലും സംഭവം ഉഷാറായി. സംഭവം ഉഷാറാണപ്പോൾ. പിന്നെ വേറെ ഓല കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ പണ്ട് ഇവിടെ ആൾക്കാരുണ്ടാക്കിയിരുന്നു ഇതേപോലെ? ഓല കൊണ്ട് കൊട്ടമുടാൻ്റെ പിന്നെ തിലക്ക് കൊണ്ട് തൊപ്പി ആക്കേണ്ട തൊപ്പി 3 സൈസിൽ ഉണ്ടാക്കുന്നുണ്ട്. 3 സൈസിൽ തൊപ്പി ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു സിസ്റ്റം നാക്ക് ഒരുപാട് അറിയാം. 2 സിസ്റ്റം നാക്ക് അറിയോ? ഒരു സിസ്റ്റം ഒരുപാട് മെത്തേഡ്. അത് വീടിൻ്റെ ആളുണ്ട്, അപ്പുറത്ത് ആളുണ്ട്. തപ്പിപ്പോണ്ട്. അത് ശരി. അപ്പോൾ 3 രീതിയിൽ തൊപ്പി ഉണ്ടാക്കലുണ്ട്. പിന്നെ ഈ കൊട്ട എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പണ്ട്? കൊട്ട പണ്ട് ഭാരം വലിയ തോടി കുത്തിൻ്റെ തോടി കുത്തി അപ്പോൾ കീളാവാക്കി തോടി ചുമന്ന് കൊണ്ടുപോകും. അങ്ങനെ ഉണ്ടാക്കാനുള്ള ശകരി തോടി കൊണ്ടുപോയി ഭാരത്തെ കെട്ടി ഭാരത്തിന് ശകരി കയറ്റിക്കൊണ്ട് കടക്കിടും. അതല്ല ഈ കൊട്ടയാണ് ഉപയോഗിച്ചിരുന്നത് ഈ ഓല കൊണ്ട് മീൻ എടുക്കാനും. ഇപ്പൊ കാട്ടിയോളിൽ എടുക്കണം മീനെല്ലാം. അപ്പൊ അന്ന് കാട്ടിയും കൂട്ടിയും ഇന്ന് പ്ലാസ്റ്റിക്കിന്റെ കാട്ടി ആ കൊട്ടയുള്ള സാധനം അങ്ങനെ മുട്ടിയെന്ന് ഇങ്ങനെ കാട്ടിയെന്ന് നിങ്ങളുടെ ഇവിടെ മുട്ടി എന്നാ പറയുന്നത്? അങ്ങനെ വിളിച്ചാണ് മുട്ടിയെന്ന്. അപ്പൊ നിങ്ങളുടെ നാട്ടിലാണ് കാട്ടിയെന്ന്. ആ സാധനത്തെ ഫലമായിട്ട് ഇങ്ങനെ ഓല കൊണ്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് കൊട്ടയെന്ന് പറയും. അത് ശരി. പിന്നെ അത് മീൻ എടുക്കാൻ വേണ്ടി ബീശോം പോടൊക്കെ അവർക്കൊരു ചെറിയ നടുവിൽ കെട്ടിയിടാനായിട്ട് അത് മീൻകൊട്ടയെന്ന് പറയും. മീൻകൊട്ട എന്ന് പറയും. അത് അങ്ങനെ അത് ഉണ്ടാക്കും. ഈ ഓല കൊണ്ട് ഉണ്ടാക്കി. അത് ശരി. അപ്പോൾ ആ കൊട്ടയ്ക്ക് നാടൻ ഭാഷയിൽ എന്തെങ്കിലും പേരുണ്ടോ? ഈ നമ്മൾ സാധാരണ ഈ തോടിയും ഇതൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തോടിക്കൊട്ട. അത് ശരി.